ഒരാഴ്ച മുമ്പ് ഇന്ത്യൻ സൈനികനെ പാകിസ്ഥാൻ പട്ടാളം പിടികൂടിയിരുന്നു. അന്നേ നാം ചിന്തിച്ചതാണ് ഇന്ത്യ ഇതിനൊരു തിരിച്ചടി നൽകുമെന്ന്. ആ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാരനെ തന്നെ ഇങ്ങ് തൂക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈനികർ. അത് മികച്ചൊരു പ്രതികരണമല്ലേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇങ്ങോട്ടടിച്ചാൽ മാത്രമേ ഇന്ത്യ അങ്ങോട്ടും അടിക്കുകയുള്ളൂ. അത് നമ്മുടെ ഒരു നയമാണ്. ഇങ്ങോട്ടടിച്ചും തിരിച്ചടിക്കും, അത് തീർച്ചയാണ്. അത് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദിക്ക് അക്കാര്യത്തിൽ ഒരു മയവുമില്ല, ഒരു മാറ്റവുമില്ല. മോദി അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഈ നമ്മുടെ കാശ്മീരിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയാമല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ അതിർത്തിയിലെ സൈനിക നീക്കമൊക്കെ വളരെ ശക്തമാക്കി, സുരക്ഷയൊക്കെ വളരെ കർശനമാക്കി. അപ്പോൾ നമ്മുടെ ഈ പഞ്ചാബ് പാക് അതിർത്തിയിൽ ഒരു BSF ജവാൻ യാദൃശ്ചികമായിട്ട് അതിർത്തി കടന്നപ്പുറത്തായിപ്പോയി. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അത് വളരെ വ്യക്തമായിട്ട് ഇന്റർനാഷണൽ മീഡിയ, രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ അദ്ദേഹം കർഷകർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അപ്പുറത്ത് പെട്ടുപോയതാണ്. അദ്ദേഹം പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഹൂഗ്ലിയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. ഹൂഗ്ലിക്കാരനാണ്. പൂർണം കുമാർ ഷാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. BSF ജവാനാണ്. അദ്ദേഹം പാകിസ്ഥാൻ്റെ പിടിയിലായി. അത് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി ഫ്ലാഗ് മീറ്റിങ്ങുകൾ നടന്നു. പക്ഷേ അപ്പോഴൊന്നും പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. ആ ജവാനെ വിട്ടുതരാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, ധാരണകളുടെ ലംഘനമാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു പാക് റേഞ്ചേഴ്സിലെ ഒരു സേനാംഗം, പാക് സൈനികൻ തന്നെ ഇന്ത്യയുടെ പിടിയിലായിട്ടുണ്ട്. അത് രാജസ്ഥാനിൽ നിന്നാണ്. അവിടെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനാണ് ഈ സൈനികൻ പിടിയിലായത്. എന്തായാലും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും സൈന്യം പുറത്തുവിടുന്നില്ല. ഇങ്ങനെ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന് മാത്രമേ വിവരം പുറത്തുവിട്ടിട്ടുള്ളൂ. പക്ഷേ അതിർത്തിയിലെ ആ ജാഗ്രത, സുരക്ഷ, കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്തായാലും ഇപ്പോൾ പകരത്തിന് പകരം എന്നുള്ള നിലയ്ക്ക് ഒരു ഇന്ത്യൻ ജവാനെ യാദൃശ്യമായിട്ട് അവരുടെ കയ്യിൽ കിട്ടി. പകരം ഒരു പാക് ജവാനെ കൃത്യമായി തെളിവുകളോടുകൂടി ഇന്ത്യ തൂക്കി എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ചാരപ്രവർത്തനത്തിനാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ്. ഇന്ത്യ ഒരിക്കലും ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ഈ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യില്ല. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് രാജ്യാന്തര സമൂഹത്തിന് വളരെ ബോധ്യമുള്ളതാണ്. എപ്പോഴൊക്കെ നമ്മൾ രാജ്യാന്തര സമൂഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പലപ്പോഴും ഈ കെട്ടിച്ചമച്ച തെളിവുകളും കെട്ടിച്ചമച്ച കഥകളുമൊക്കെ ആയിട്ട്, ഊഹാപോഹങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പൂർണം കുമാർ ഷായുടെ കസ്റ്റഡി, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന അദ്ദേഹത്തെ വിട്ടു. അവസാന ഘട്ടത്തിൽ ഇനി പാകിസ്ഥാൻ അങ്ങനെ പറയുമോ, ഈ പിടിയിലായത് ഞങ്ങളുടെ സൈനികനല്ല, ഏതെങ്കിലും വഴിയെ പോയ ഭീകരവാദികളെയാണ് നിങ്ങൾ പിടികൂടിയത്? തീർച്ചയായിട്ടും അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ നിരന്തരം നോക്കൂ. കഴിഞ്ഞ 30 വർഷമായിട്ട് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഒരു സത്യവും പറഞ്ഞിട്ടില്ല. എപ്പോഴും നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അത് ഈ 71-ലെ ആ യുദ്ധത്തിൽ പോലും നമുക്കറിയാം പാകിസ്ഥാൻ എന്തൊക്കെയാണ് അന്ന് ചെയ്തു കൂട്ടിയത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ചില വിവരങ്ങളുണ്ട്. ഈ പല മദ്രസയിൽ ഇക്കാലത്തും പഠിപ്പിക്കുന്ന 1965-ലും 71-ലും 99-ലും വിവിധ കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ വൻ വിജയം ആഘോഷിച്ചെന്നാണ് പല മദ്രസകളിലും പാകിസ്ഥാനിൽ ഇന്നും പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കേട്ട് വളരുന്ന കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്കും ഇത്തരം നുണകളിലേക്കും തിരിഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അതെ, അത് പാകിസ്ഥാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം ജനതയെയും രാജ്യാന്തര സമൂഹത്തെയും ഒക്കെ അവർ നുണകൾ കൊണ്ട് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമുക്കറിയാം, അല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് തന്നെ നുണ പറയുകയാണ്. അല്ല, നുണ പറയുക മാത്രമല്ല, അവിടുത്തെ മദ്രസകളിലും മറ്റും അതാണ് പഠിപ്പിക്കുന്നത്. അവരുടെ സിലബസിൽ പോലും അതുണ്ട്. എന്താണ്, 65-ലും 71-ലും 99-ലും ഒക്കെ വിജയിച്ചത് പാകിസ്ഥാനാണ്. ലോകം കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. നെട്ടോട്ടമോടി അവസാനം ഗത്യന്തരമില്ലാതെ വന്ന് നമ്മുടെ ഭരണാധികാരികളുടെയും നമ്മുടെ സൈനിക മേധാവികളുടെയും കാല് പിടിക്കുന്ന പാകിസ്ഥാൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ 71-ലെ യുദ്ധത്തിൽ ലക്ഷം പാക് സൈനികരെയാണ്
നമ്മൾ ബന്ദികളാക്കി. ബന്ദികളാക്കി പിടിച്ചത്. എന്നിട്ട് അവർ ആയുധം വെച്ച് കീഴടങ്ങി, അവർ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്നിട്ടാണ് അവസാനം ആ സൈനികരെ നമ്മൾ സ്വതന്ത്രരാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടക്കുരുതി നടത്താമായിരുന്നു, പക്ഷേ ഇന്ത്യൻ സൈന്യം ഒരിക്കലും അത് ചെയ്യില്ല, അത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. എന്തായാലും പക്ഷെ പാകിസ്ഥാൻ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഒരു ഇന്ത്യ വിരോധമാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഇന്ധനം. അവിടുത്തെ ഭരണാധികാരികളും സൈനിക മേധാവികളും ഒക്കെ ആ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ത്യ ഒരു വലിയ കടുത്ത ശത്രുവാണ്, ഒരു വലിയ ഭീകര സ്വത്വമാണ് എന്ന് പറഞ്ഞാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിൽ നിന്ന് മുതലെടുത്ത് അതിനെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടവും സൈനികരും സൈനിക മേധാവികളും സൈന്യവും ഒക്കെയാണ് പാകിസ്ഥാൻ്റെ മുഖമുദ്ര. പാകിസ്ഥാൻ അത് വിട്ടിട്ട് മറ്റൊരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അവിടെ ഉള്ള തങ്ങളുടെ വിഭവങ്ങൾ, പ്രകൃതി നൽകിയിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിൽ എത്തിക്കാനല്ല അവർ ലക്ഷ്യമിടുന്നത്. മറിച്ച് എന്നും ഇന്ത്യയിൽ തലവേദനകൾ സൃഷ്ടിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യ ആക്രമിക്കാൻ ഭീകരർക്ക് പരിശീലനം കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു നിയമവാഴ്ചയുമില്ലാത്ത, ഒരു വ്യവസ്ഥയുമില്ലാത്ത ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു, 30 വർഷമായിട്ട് ഞങ്ങൾ ഭീകരരെ പരിശീലിപ്പിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി, യൂറോപ്പിന് വേണ്ടി ഒക്കെ ഞങ്ങളിത് ചെയ്തു എന്ന് കുറ്റസമ്മതം നടത്തുകയാണ്. നോക്കൂ, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, ഒരു അല്പം അന്തസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ പാകിസ്ഥാൻ്റെ അഭിമാനമില്ലാത്ത, അങ്ങേയറ്റം സ്വയം പരിഹാസ്യരായി മാറിയിരിക്കുന്ന ഈ അവസ്ഥ. അപ്പോൾ അത്തരത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പാകിസ്ഥാൻ വലിയ ഭയത്തിലാണ്, തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന രീതിയിൽ. അതിനിടയിലാണ് ഈ പട്ടാളക്കാരൻ പിടിയിലാകുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ജവാൻ കർഷകർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയാതെ അതിർത്തി കടന്നുപോയതാണ്. ഇതങ്ങനെയല്ല, കൃത്യമായിട്ട് ഇവിടെ വന്ന് ചാരപ്രവർത്തനം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വിശദാംശങ്ങൾ അതിൻ്റെത് പുറത്തു വരട്ടെ, അതുവരെ നമുക്കത് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ അതിർത്തിയോട് ചേർന്നുള്ള ഭീകര പരിശീലന ക്യാമ്പുകളെല്ലാം പാകിസ്ഥാൻ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നല്ല ആൾക്കാരെ കൂട്ടത്തോടെ പരിശീലനം നേടിക്കൊണ്ടിരുന്ന ഭീകരന്മാരെ, അതൊന്നും കാശ്മീരിൽ നിന്ന് അങ്ങോട്ട് പോയവർ പോലും അതിനകത്തുണ്ട്. അവരെല്ലാം ഈ പാക് അധീന കാശ്മീരിലെ ആ പ്രദേശത്ത് നിന്ന്, ഭീകര ക്യാമ്പുകളിൽ നിന്ന് അവരെല്ലാം ഒഴിപ്പിക്കുകയാണ്. കാരണം ഇനിയും ഒരു ബലാക്കോട്ട് ആവർത്തിക്കുമോ, ഒരു എന്താ പറയേണ്ട ഉറി ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള ഭീതിയിലാണ് പാക് സൈന്യവും അവിടുത്തെ ഭരണകൂടവും. കാരണം വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നാൽ അത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്, വലിയ നാണക്കേടാണ്. അവർക്ക് തല ഉയർത്തി ഇനി നിൽക്കാൻ സാധിക്കില്ല. അവരുടെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു മറുപടിയും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദം അക്കാര്യത്തിൽ നേരിടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ അതിർത്തിയിൽ നിന്ന് ഭീകര പരിശീലന ക്യാമ്പുകളും മദ്രസകളും ഒക്കെ ഒഴിപ്പിച്ചിരിക്കുന്നത്. മദ്രസയിലെ വിദ്യാർത്ഥികളെയൊക്കെ അവിടുന്ന് മാറ്റിയിരിക്കുകയാണ് വലിയ തോതിൽ. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ഒരു ഇന്ത്യൻ സൈനികനെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാന് മറുപടിയായിട്ട് പ്രകൃതിയുടെ തന്നെ ഒരു സന്തുലനം അവിടെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാക് റേഞ്ചേഴ്സിലെ ഒരു സൈനികനെ കൃത്യമായ തെളിവുകളോടുകൂടി ചാരപ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്.